നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി ശ്രീജിത്ത് ശിവദാസൻ. ശ്രീജിത്ത് ശിവദാസൻ 34 വയസ്സ്, രോഹിണി നക്ഷത്രം, BCom ആണ് ക്വാളിഫിക്കേഷൻ. CA ഇന്റർ പാസ്സായിട്ടുണ്ട്. സെൻറ് തോമസ് കോളേജ് തൃശ്ശൂരിൽ നിന്നാണ് പാസ്സായിരിക്കുന്നത്. ഇപ്പോൾ ദുബായിൽ സീനിയർ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. അച്ഛൻ ശിവദാസൻ PG, അമ്മ ശോഭന. സഹോദരങ്ങൾ ആരുമില്ല. ഇദ്ദേഹത്തിന് ദുബായിലേക്ക് മാരേജ് കഴിഞ്ഞാൽ ദുബായിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ശ്രീജിത്ത് ശിവദാസനെ കുറിച്ച് ഒരിക്കൽ കൂടെ ഞാൻ പറയാം. ശ്രീജിത്ത് ശിവദാസൻ 34 വയസ്സ്, രോഹിണി നക്ഷത്രം, 180 സെൻറ്റിമീറ്റർ, 180 സെൻറ്റിമീറ്റർ ഹൈറ്റ്, 80 kg വെയിറ്റ്, BCom, CA ഇന്റർ പാസ്, സെൻറ് തോമസ് കോളേജ് തൃശ്ശൂർ എന്നാണ് പാസ്സായിരിക്കുന്നത്. സീനിയർ അക്കൗണ്ടൻ്റ് ആയിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്നു. ശിവദാസൻ അച്ഛൻ, സഹോദരങ്ങളില്ല. ശോഭന അമ്മ. ഈ കുട്ടിക്ക് ദുബായിൽ ഫാമിലി സ്റ്റാറ്റസ് ഒക്കെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ള തൃശ്ശൂർ, ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ താല്പര്യമുള്ള പെൺകുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തീർച്ചയായിട്ടും വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെടാം. ഫർദർ വിവരങ്ങൾ ഞാൻ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയാറുള്ള ഒരു 2-3 കാര്യം ഈ വീഡിയോയിലും സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിവാഹപ്രായമെത്തിയ കുട്ടികൾ വീട്ടിൽ ഉണ്ടാവുന്ന അവസരത്തിൽ അച്ഛനമ്മമാർക്ക് വലിയ ടെൻഷനാണ്. ഇത് എങ്ങനെയൊക്കെ ഇനി മുന്നോട്ട് കൊണ്ടുപോകണം, ആരെ സമീപിക്കണം, ഏത് മാട്രിമോണിയൽ രജിസ്റ്റർ ചെയ്യണം, എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയണ്ട, ആകെ ഒരു വല്ലാത്ത ഒരു ടെൻഷനും കാര്യങ്ങളുമാണ്. അപ്പോൾ ഈ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഈ ടെൻഷനൊക്കെ എങ്ങനെ ഒന്ന് കുറയ്ക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇത് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു 2-3 പോയിന്റുകൾ ഞാനിവിടെ പറയാം. ഒന്ന്, കുട്ടികളുമായി ആർക്കാണോ വിവാഹം നോക്കുന്നത് എങ്കിൽ ആ കുട്ടിയുമായി അച്ഛനമ്മമാർ നല്ലൊരു ഡിസ്കഷൻ വയ്ക്കുക. ആ ഡിസ്കഷനിൽ ആ കുട്ടിക്ക് പല അഭിപ്രായങ്ങളും പറയാനുണ്ടാകും. ഇന്നത്തെ നല്ല പല കാലഘട്ടത്തിലും പല അച്ഛനമ്മമാരുടെ ഒരു ധാരണ ഉണ്ട്. അതായത് ഞാൻ പറയുന്നതാണ് ശരി, അച്ഛൻ പറയുന്നതാണ് ശരി, അല്ലെങ്കിൽ അമ്മ പറയുന്നതാണ് ശരി, മക്കളോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ പറയുന്നതൊക്കെ അവർ കേട്ടോളും എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന കുറേ അച്ഛനമ്മമാരെയൊക്കെ എനിക്കറിയാം. നല്ല കാര്യം തന്നെയാണ് അങ്ങനെയൊക്കെ തന്നെ ആണെങ്കിൽ. പക്ഷേ പലരും അച്ഛനെ പേടിച്ച് അല്ലെങ്കിൽ അമ്മയെ പേടിച്ച് അഭിപ്രായങ്ങളൊന്നും പറയില്ല. അപ്പോൾ ഇത് അങ്ങനെ ഒരു പേടിച്ച് നിർത്തേണ്ട ഒരു സംഭവമല്ല. കൃത്യമായിട്ട് അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കണം. കുട്ടികൾക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടാവും. അതായത് ഇന്ന ക്വാളിഫിക്കേഷൻ വേണം, ഇത്ര ഹൈറ്റ് വേണം, ഇന്ന ലൊക്കേഷൻ ആണെങ്കിൽ നന്നായി എന്നുള്ള നിരവധി കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ അച്ഛനമ്മമാർ ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. ഒരു കാരണവശാലും ഇതിൻ്റെ പേരിൽ ഒരു ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ബഹളമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. വളരെ സൗഹാർദ്ദപരമായിട്ട് തന്നെ ചോദിക്കണം. ചില അവസരത്തിൽ അങ്ങനെ ഒരു ഡിസ്കഷൻ വയ്ക്കുന്ന സമയത്താണ് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും അച്ഛനോടും അമ്മോടും ധൈര്യമായിട്ട് പറയുക, നോക്കൂ, എനിക്കൊരു ലവ് അഫെയർ ഉണ്ട്, അതുകൊണ്ട് നിങ്ങളിപ്പോൾ തൽക്കാലം നോക്കണ്ട എന്ന് പറയുന്ന ധാരാളം കുട്ടികളെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഡിസ്കഷനിലേക്ക് പോവുക. ഡിസ്കഷനിൽ ആ കുട്ടി എന്തൊക്കെ പറയുന്നതെന്നെല്ലാം മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം നന്നായിട്ടൊരു പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുക. പ്രൊഫൈൽ എഴുതി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പേര്, ഹൈറ്റ്, വെയിറ്റ്, ജോബ്, നക്ഷത്രം, മതം, ഇത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ആവശ്യത്തിൽ കൂടുതലുള്ള ഡാറ്റകളൊന്നും വേണ്ട. ഒരു പരിധി വിട്ടിട്ടുള്ള
എൻ്റെ മകൾ വലിയ സംഭവമാണ്, എൻ്റെ മകൻ വലിയ സംഭവമാണെന്നൊന്നും പറഞ്ഞ് കാട്ടേണ്ട കാര്യമില്ല. അവരുടെ ക്വാളിഫിക്കേഷൻ മസ്റ്റായിട്ട് എഴുതണം, അവരുടെ ജോലി മസ്റ്റായിട്ട് എഴുതണം. അതായത് ക്വാളിഫിക്കേഷൻ ഏത് സ്കൂളിലാണ് പഠിച്ച്, ഏത് കോളേജിലാണ് പഠിച്ച്, PG ഏത് കോളേജിലാണ് പഠിച്ചിരിക്കുന്നത്, പിന്നെ ഫോറിൻ കൺട്രികളിൽ പോയിട്ട് വല്ല മാസ്റ്റേഴ്സും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് വയ്ക്കുക. രണ്ടാമത്തെ, അതായത് അതിന് ശേഷമുള്ള കാര്യം, ജോലി, ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഡെസിഗ്നേഷൻ, ഏതാണ് ലൊക്കേഷൻ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വെക്കുക. സാലറി മസ്റ്റായിട്ട് വെക്കണം. എത്ര രൂപ സാലറി എന്നുള്ളത് മസ്റ്റായിട്ട് കാട്ടുക. ആവശ്യം കൂടുതൽ കാട്ടണ്ട, പക്ഷെ കിട്ടുന്നത് യഥാർത്ഥത്തിലുള്ള കാട്ടിന് വേണം. അപ്പോൾ ഇതെല്ലാം വെച്ച് കഴിഞ്ഞ് നിങ്ങൾ തന്നെ വീട്ടിലുള്ള എല്ലാവരും ഈ പ്രൊഫൈൽ എഴുതിയതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. എന്തെങ്കിലും തെറ്റുകളുണ്ടോ, വേറൊരാൾക്ക് വായിക്കുമ്പോൾ അതൊരു സന്തോഷം തോന്നുന്ന രീതിയിലായിരിക്കണം, അങ്ങനെ തന്നെയാണോ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ കറക്റ്റ് ചെയ്യുക. അടുത്ത കാര്യം, പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രം, ഇങ്ങനെയുള്ള പല ദൈവിക സാന്നിധ്യങ്ങളും നിങ്ങളുടെ തറവാടുകളിലൊക്കെ ഉണ്ടാകാം. അവിടെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ദൈവവിശ്വാസികൾ മാത്രം ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ എഴുതി ഉണ്ടാക്കിയ പ്രൊഫൈൽ നല്ലൊരു മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്യുക. നല്ല മാട്രിമോണിയലിൽ രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കണ്ടുപിടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏതെങ്കിലും 1-2 ആളെങ്കിലും നല്ല അഭിപ്രായം പറയുന്നുണ്ടെങ്കിൽ അത് വെച്ച് മുന്നോട്ട് പോവുക. എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ആ പറയുന്ന ആളുകളുടെ കുട്ടികളുടെ പെട്ടെന്ന് ശരിയായി, അതുകൊണ്ട് നിങ്ങളുടെ ശരിയായിക്കൊള്ളുന്ന ഒരു നിർബന്ധവുമില്ല. അവരുടെ ചിലപ്പോൾ 1 മാസം കൊണ്ട് ശരിയായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ 1 വർഷം എടുത്തുകൊണ്ട് വരും. അപ്പോൾ മാട്രിമോണിയലാരെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് വലിയ പ്രയോജനമില്ല. കൃത്യമായിട്ട് ഏത് മാട്രിമോണിയൽ ആയാലും കൃത്യമായിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. എന്തൊക്കെയാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അവർക്ക് കല്യാണം ശരിയായി കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് സമയത്ത് വല്ല പൈസയും ആവശ്യപ്പെടുമോ, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ സമയത്ത് എത്ര പൈസയാണ്, ഏകദേശം എത്ര പ്രൊഫൈലുകൾ തരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെ കൃത്യമായിട്ടൊന്നും അവർക്കും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഓരോരോ ഏജിനെ ഡിപ്പെൻഡ് ചെയ്യും ഈ പ്രൊഫൈലുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഒരു വഴക്കുണ്ടാവരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ വക കാര്യങ്ങൾ നേരത്തെ ചോദിക്കണം എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ അച്ഛനമ്മമാർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാക്കി കളയും ഇതൊക്കെ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊഫൈലുകൾ കിട്ടിക്കൊണ്ടിരിക്കും. പ്രൊഫൈലുകൾ കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾക്ക് ആ വരുന്ന പ്രൊഫൈലിലെ ഫോട്ടോയും ഡീറ്റെയിലും ഒക്കെ അവർക്ക് കാട്ടിക്കൊടുക്കുക. അവർക്ക് താല്പര്യമുണ്ടെന്ന് പറയും. അവർ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് താല്പര്യമുണ്ട്, ഇത് വെച്ച് മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണം. അടുത്ത സ്റ്റെപ്പിലേക്ക് കയറുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത് പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും വാട്സാപ്പ് നമ്പറുകൾ എക്സ്ചേഞ്ച് ചെയ്യുക. ഒരു പ്രൈമറി ഡിസ്കഷൻ പാരൻസ് തമ്മിൽ നടത്തിയതിന് ശേഷം കൃത്യമായിട്ട് പറയുക, മക്കളൊന്ന് സംസാരിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന്. കൃത്യമായിട്ട് മക്കൾ സംസാരിക്കണം. ഇവ കാര്യങ്ങൾ നന്നായിട്ട് സംസാരിക്കണം. ഒരു 5 മുതൽ 10 ദിവസമെങ്കിലും അവർ നന്നായിട്ടൊന്ന് ഫോണിൽ കൂടെ വാട്സാപ്പ് ചാറ്റ് അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ എന്തോ ആയിക്കോട്ടെ നന്നായിട്ട് സംസാരിക്കുക, നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. നല്ല ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്, അച്ഛൻ അമ്മ എന്തായിരുന്നു ചെയ്തിരുന്നത്, അച്ഛൻ്റെ ക്വാളിഫിക്കേഷൻ എന്താ, അമ്മയുടെ ക്വാളിഫിക്കേഷൻ എന്താ, എല്ലാ കാര്യങ്ങളും കഴിയാവുന്നത്ര മനസ്സിലാക്കുക. തറവാട് വീടുകൾ എവിടെയെന്ന് എല്ലാം മനസ്സിലാക്കുക. അതിനുശേഷം എഡ്യൂക്കേഷൻ, ഈ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളുടെ എഡ്യൂക്കേഷൻ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏത് കോളേജിലാണ് പഠിച്ചിരുന്നത്, എന്തൊക്കെയായിരുന്നു അവിടുത്തെ സബ്ജക്റ്റ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം വല്ല മെഡിസിൻ കഴിക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. ചിലർ മെഡിസിൻ കഴിക്കുന്ന ആളുകളുണ്ടാവും. അത് പറയാൻ അവർക്ക് ചിലപ്പോൾ അവർ പറയാൻ വിട്ടുപോയിട്ടുണ്ടാവാം, ചിലപ്പോൾ ഒരു മടിയായിരിക്കാം. പക്ഷെ എന്തായാലും നിങ്ങൾ ചോദിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പറയുക, ഞങ്ങൾ ഇന്ന മെഡിസിൻ കഴിക്കുന്നുണ്ടെന്ന്. അതിനൊരു തെറ്റായി കാണണ്ട. കൃത്യമായിട്ട് അറിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഈ കാര്യങ്ങളൊക്കെ.
മെഡിസിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് അമിതമായ ലോണുകൾ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കണം. സാലറി കിട്ടുന്ന സമയത്ത് EMI എത്ര അടയ്ക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. ചിലർക്ക് ഒരു 1,00,000 രൂപ സാലറി ഉണ്ടെങ്കിൽ 80,000 ലോൺ ആയിരിക്കും. അത് ചോദിക്കണം, 80,000 എന്തിനാണ് ഈ ലോണ്? അതായത് ചിലപ്പോൾ വീട് വെച്ചിട്ടുണ്ടാകാം, ചിലപ്പോൾ ഫ്ലാറ്റ് വാങ്ങിച്ചിട്ടുണ്ടാകാം. അതൊക്കെയാണെങ്കിൽ നല്ല കാര്യങ്ങളാണ്, നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നാളെ സംഭവിച്ചാൽ അതിൻ്റെ പേയ്മെൻറ്റുകളും കാര്യങ്ങളും നമ്മളുടെ തലയ്ക്കായിരിക്കും വരിക എന്നുള്ളത് ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. ചിലപ്പോൾ അവരുടെ വീട്ടുകാർ അടയ്ക്കുമായിരിക്കാം, പക്ഷേ എന്നിരുന്നാൽ പോലും നിങ്ങൾ ഒരു പ്രിക്കോഷൻ എടുക്കുന്നത് നല്ലതാണ്. ചോദിച്ച് മനസ്സിലാക്കി വെക്കുക, അത്രയും ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു ഫ്രണ്ട്ഷിപ്പ് ലെവലൊക്കെ എത്തിക്കഴിഞ്ഞ് ഒരു കംഫർട്ട് സോണിലേക്കൊക്കെ എത്തുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുറത്ത് വെച്ച് കാണണം. കുറച്ച് നേരമെങ്കിലും ഇരുന്ന് പുറത്തിരുന്ന് സംസാരിക്കുക. അതിനുശേഷം മാത്രമേ പെണ്ണ് കാണാൻ ചടങ്ങിലോട്ട് പോകാവൂ. അല്ലാതെ കേട്ടപാടെ ചാടി കയറി പെണ്ണ് കാണാൻ ചടങ്ങിലൊന്നും പോകരുത്. പെണ്ണ് കാണാൻ ചടങ്ങിനൊക്കെ പോകുന്ന സമയമാകുമ്പോഴേക്കും ഒരു 90% എങ്കിലും ഓക്കെ ആക്കിയിട്ടേ പോകാവൂ, കഴിയാവുന്നത്ര. അപ്പോൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കി നന്നായിട്ടൊക്കെ ഒന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പല ടെൻഷനുകളും ഒഴിവാക്കാം. എന്ന് മാത്രമല്ല, വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ദാമ്പത്യ ജീവിതം വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതേപോലെ തന്നെ റിട്ടയർഡായി ഇരിക്കുന്ന അച്ഛനമ്മമാർക്ക് സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാനും സാധിക്കുന്നുണ്ട്. മറ്റൊരു ടെൻഷനാണ്, മക്കൾ എന്തെങ്കിലും ഒന്ന് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, നമ്മളുടെ ഡിവേഴ്സ് കാര്യങ്ങൾ ഈ ലെവലിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക, നന്നായി സംസാരിക്കുക. ഒരു ധിക്കാരപരമായിട്ടുള്ള ഒരു വർത്തമാനങ്ങളും വേണ്ട, നല്ല രീതിയിൽ സംസാരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ എല്ലാ കുട്ടികൾക്കും എത്രയും പെട്ടെന്ന് മംഗളമായി വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.